അവിഹിത വേഴ്ച. സ്ഥലം ആദ്യവ കൃഷ്ണനുണ്ണിയും മേപ്പടി ഓഫീസിലെ തന്നെ സ്റ്റെനോഗ്രാഫറും ആദ്യവയുടെ മുൻകാമുകിയും വിവാഹിതയുമായ രാധികയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ നാറുന്ന കഥകൾ പുറത്തു വിടാൻ തുടങ്ങിയിരിക്കും. അതെല്ലാം കിടക്ക്, അനക്ക് കായിട്ടേ പോരെ. അതായിട്ട് ശരിയായ എന്താണ് നായിന്റെ പണി എഴുതിയിട്ടിരിക്കുന്നത്? ആനാരെ പുറത്ത് കുറച്ച് മഞ്ഞക്കടലാസം കറുത്ത മഷിയുടെ വിളിച്ച് എന്ന് തോന്നിയാ ചെയ്താന്നോ? പിന്നെ തന്നോട് ചോദിച്ചിട്ടില്ലേ ഞങ്ങളിവിടെ പത്തടിക്കുന്നത്? അനക്ക് എന്താണ്ട് അറിയാം ഉള്ളിനെ പറ്റി. കായ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തോന്നിയാലും കാണിക്കേ. ഇതിനേക്കാൾ നേരം ഉമ്മാരെയും പെങ്ങളെയും പറ്റി കായ ഉണ്ടാക്കുക. മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോലീസിനെ വിളി. പിന്നെ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ആ യൂസഫ് എവിടെ? അതാ യൂസഫ്. യൂസഫ് എന്തിനാ ഈ വേണ്ടാത്ത പണിക്കൊക്കെ പോയത്? മോനെ, നമുക്കൊരു വിഷമമില്ല. ഓനെ മയ്യത്താക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം. മോനെ, അനക്കറിഞ്ഞൂടാ ഇന്ന് ആളുകളെ ഈ ബ്രീസിലെല്ലാം കൊന്നാൽ ഇന്നാട്ടുകാർക്ക് ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും. അവരെന്ത് വേണമെങ്കിലും എഴുതട്ടെ യൂസുഫ. യൂസുഫാക്ക് എന്നെ നല്ലോണം അറിയില്ലേ? അറിയാം. അതുകൊണ്ടല്ല മോനെ നമ്മളത് ചെയ്തത്. മോന്റെ കാര്യം പോലെ ആ പാവം പെൺകൊച്ചു അല്ലെങ്കിൽ അതിന്റെ ജീവിതം നരകാണ്. ഇനി ഇതുകൂടി ആ ചെയ്താൻ അറിഞ്ഞാൽ യൂസുഫായ ഉടനെ ജാമ്യത്തിലെടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. മോനിപ്പോ വലിയ ഉദ്യോഗസ്ഥനാണ്. മോൻ പോട്ടെ യൂസഫിനെ ജാമ്യത്തിലിറക്കാൻ വന്നാല് അത് മോന്റെ നിലയ്ക്കും വരയ്ക്കും മോശമാണ്. യൂസുഫാക്ക് കൃഷ്ണനെ ഇനിയും അറിയില്ലേ? അറിയാം മോനെ, അന്നെ നമുക്ക് മാത്രമേ അറിയൂ. ഇദ്ദേഹത്തെ ജാമ്യത്തിലെടുക്കാൻ ഞാനൊരു വക്കീലിനെ അയക്കാം. സോറി സർ, പത്രാധിപർ മിനിസ്റ്റർക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ്. അയാളുടെ നില ഗുരുതരവുമാണ്. മിനിസ്റ്റർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ജാമ്യം കൊടുക്കരുതെന്ന്. ഓഹോ,
RDOയുടെ അവിഹിത വേച്ച. സ്ഥലം RDO കൃഷ്ണനുണ്ണിയും മേപ്പടി ഓഫീസിലെ തന്നെ സ്റ്റെനോഗ്രാഫറും RDOയുടെ മുൻ കാമുകിയും വിവാഹിതയുമായ രാധികയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ നാറുന്ന കഥകൾ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. ആള് കൊള്ളാലോ. എന്താണ് ഇത്? ഞാനൊന്നും അറിയില്ല എന്ന് വിചാരിച്ചു അല്ലേ? എവിടെയാണ് എന്റെ മറ്റവൻ? എടി എവിടെയെന്ന്? IAS കാരനല്ലേ? കണ്ടവന്റെ ഭാര്യയുടെ കൂടെ അന്തി ഉറങ്ങിയാലല്ലേ IASന്റെ ഗമ കൂടൂ. എന്താ ഇത്? വരും, വീട്ടിലേക്ക് പോ. എന്തിനാ എന്നെ വീട്ടിൽ കൊണ്ട് ഉറക്കി കിടത്തിയിട്ട് നിനക്കും അവനും കൂടി? നിന്നെ ഞാൻ. ഇത് സർക്കാർ ഓഫീസാണ്. കുടിച്ച് വെളിവില്ലാതെ ഒന്ന് ബഹളം വയ്ക്കാനുള്ള സ്ഥലമല്ല. സർക്കാർ ഓഫീസ് നടക്കുന്ന പണിയാണോടോ ഇത്? നിൽക്കണി അവിടെ. നീ എവിടെ പോകുന്നു? ഇന്ന് എനിക്കറിയണം, ഞാനാണോ അവനാണോ നിന്റെ ഭർത്താവെന്ന്. വിളിക്കണേ അവനെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോയി കാണാം. ഓഫീസിനകത്ത് എനിക്കവനെ ഇപ്പൊ തന്നെ കാണണം. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്തോ മര്യാദ പഠിപ്പിക്കുന്ന എന്നെയല്ല, തന്റെ ആടിയെ പിടിപ്പിച്ചാൽ മതി. വിടറാ എന്റെ കയ്യിൽ. നിന്നെ കാണാനാടാ ഞാൻ വന്നത്. നീ അകത്തേറി ഒളിച്ചിരിക്കുവായിരുന്നല്ലേ? നിനക്കെന്റെ ഭാര്യയെ വേണമായിരുന്നെങ്കിൽ നേരിട്ട് എന്നോട് ചോദിക്കാമായിരുന്നല്ലോ. ഞാൻ അവളെ നിനക്ക് തീരെ തരുമായിരുന്നല്ലോ. പഴയ കാമുകയാണെന്നുള്ള അവകാശം വെച്ചായിരിക്കും നിന്റെ ഈ പരിപാടി. പക്ഷേ അവളിപ്പോൾ എന്റെ ഭാര്യയാണ്, ഒരു കുഞ്ഞിന്റെ തള്ളയാണ്. സ്ഥലത്തെ ആടിയോ നാണമില്ലല്ലോടാ. ഇപ്പോ എനിക്കൊരു സംശയം, ആ കുഞ്ഞ് നിന്റേതാണോ എന്ന്. എവിടെ പോകുന്നു? ഇന്ന് ഞാൻ കാത്തിരിക്കുവാൻ. ഇന്നെനിക്കറിയാൻ ഇന്ന് ഞാൻ അവനെ ഇന്ന് നിന്റെ അന്ത്യം വരുത്തിയിട്ട് കാര്യമുള്ളൂ. എനിക്കിപ്പോഴും അവനുമായിട്ട് ബന്ധമുണ്ടല്ലേ? കൊല്ലുപടി. നിന്നെ ഇനിയും കൊല്ലുപിടി. ഹലോ, ശരി സാർ, ഞാൻ ഉടനെ വരാം. ഐ എം വെരി സോറി. പണിഷ്മെന്റ് ട്രാൻസ്ഫർ കാസർഗോട്ടേക്ക്. കൃഷ്ണുണ്ണിക്ക് വിഷമമുണ്ടോ? ഇല്ല സാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആയാലും കാസർഗോട്ടായാലും എല്ലാം ഒരുപോലെ. എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്താലും എനിക്ക് വിഷമമില്ല. പക്ഷേ ഈ പണിഷ്മെന്റ്. ഐ നോ ഇറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കൃഷ്ണുണ്ണി, ഈ രാഷ്ട്രീയക്കാരുടെ ചരടുവലിക്കനുസരിച്ച് തുള്ളാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ ഇതുപോലെ പലതും ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ അവർക്കേതായാലും സന്തോഷിക്കാൻ വകയായി. അവരുദ്ഘോഷിക്കുന്ന ഡെമോക്രസിയുടെ അർത്ഥം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഓ സർ, പക്ഷേ ഞാൻ ഏതായാലും അതിന് തയ്യാറല്ല. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്.
ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് സർ. അമ്മേ, എനിക്ക് ട്രാൻസ്ഫർ ആണ് കാസർഗോട്ടേക്ക്. കാസർഗോട്ടേക്കോ? അത് ഒരുപാട് ദൂരമല്ലേ മോനെ? 2 ദിവസത്തിനകം ചാർജ് എടുക്കണം. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് നാളെ രാവിലെ തന്നെ പുറപ്പെടണം. എനിക്ക് പുറത്ത് 1-2 പേരെ കാണാനുണ്ട്. മോനെ, ഒന്നുമില്ല, മോൻ പോയിട്ട് വാ. ഞാൻ യാത്ര പറയാം സർ. മല്ലിക വരുമ്പോൾ എന്റെ അന്വേഷണം പറയണം. എന്നെക്കുറിച്ച് സാർ പലതും കേട്ട് കാണും. ഞാൻ നിരപരാധിയാണ് സർ. ഐ നോ ഇറ്റ്.